ക്രിക്കി മലയാളം 2.0 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. IPL RCBക്കെതിരെ ഫൈനൽ കളിക്കാൻ പോകുന്ന ടീം ആരായിരിക്കും എന്നുള്ളതിന്റെ ഉത്തരം ഇന്ന് രാത്രി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്ന് ക്വാളിഫയർ 2-ൽ 5 തവണ ചാമ്പ്യന്മാരായിട്ടുള്ള മുംബൈ ഇന്ത്യൻസും കന്നിക്കിരീടം ലക്ഷ്യമിടുന്ന PBKസും തമ്മിൽ പോരടിക്കുകയാണ്. ഒരു വമ്പൻ പോരാട്ടം തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നതും. പറയുമ്പോൾ നമുക്ക് ക്വാളിഫയർ എന്നൊക്കെ പറയാമെങ്കിൽ കൂടി ഇത് എലിമിനേറ്റർ മത്സരത്തിന് തുല്യമാണ്. കാരണം തോറ്റാൽ ആ ഒരു ടീം പുറത്തു പോവുകയാണ്, വിജയിക്കുന്ന ടീമിന് ഫൈനൽ കളിക്കാനും സാധിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെ പ്രധാനമായിട്ടും പഞ്ചാബ് കിങ്സിനെ വലയിക്കുന്ന 3 പ്രശ്നങ്ങളുണ്ട്. അതിനവർ മറുപടി കണ്ടേ മതിയാവുകയുള്ളൂ. തീർച്ചയായിട്ടും ലീഗ് സ്റ്റേജിൽ ഗംഭീര പ്രകടനം നടത്തിക്കൊണ്ട് തന്നെയാണ് ശ്രേയസ് അയ്യരും സംഘവും പ്ലേ ഓഫിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ക്വാളിഫയർ 1-ൽ RCBയുമായിട്ട് കാര്യങ്ങളൊക്കെ തകിടം മറിയുന്ന ഒരു PBKസിനെയാണ് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് എന്നുള്ളതാണ് അവരെ വേട്ടയാടിയ ഏറ്റവും വലിയ പ്രശ്നം. അതിന് പരിഹാരം കാണേണ്ടത് ഇന്ന് മുംബൈ ഇന്ത്യൻസ് പോലെയുള്ള ഒരു വലിയ ടീമുമായിട്ട് മത്സരിക്കുമ്പോൾ അത്യാവശ്യമാണെന്നുള്ള കാര്യത്തിൽ തർക്കമേ വേണ്ട. നമ്മൾ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് PBKസിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിനെ കുറിച്ചാണ്. പ്രഭ്സിമ്രാൻ സിംഗും അതേപോലെ പ്രിയാൻ ഷാരിയും 2 താരങ്ങളും ഗംഭീര കാലിബറുള്ള മികച്ച ടാലന്റുള്ള കളിക്കാർ തന്നെയാണ്. പക്ഷേ എക്സ്പീരിയൻസിന്റെ കുറവാണ് RCBക്കെതിരായിട്ടുള്ള മത്സരത്തിൽ ഈ താരങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതും. T20 ഫോർമാറ്റിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് പവർ പ്ലേ മാക്സിമം മുതലാക്കുക എന്നുള്ളത്. ഈ 2 താരങ്ങൾക്കും ഗംഭീരമായിട്ട് അതിന് സാധിക്കുന്നതുമാണ്. പക്ഷേ പ്ലേ ഓഫ് പോലെയുള്ള നിർണായക മത്സരങ്ങളിൽ തോറ്റാൽ പുറത്തു പോകുന്ന അവസ്ഥയിലേക്ക് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ അത്തരം റിസ്കി ഷോട്ടുകൾ കളിക്കാൻ പാടുള്ളൂ. അതും ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ PBKസിന് വേണ്ടി കുറച്ച് സമയം ക്രീസിൽ നിൽക്കേണ്ടതും അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ അയ്യർ കുറച്ച് സമയം ക്രീസിൽ ഉണ്ടെങ്കിൽ മികച്ച സ്കോറിലേക്ക് പഞ്ചാബ് കിങ്സിന് അനായാസം പോകാൻ സാധിക്കുന്നതേയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അർഷ്ദീപ് സിംഗിന് ഒരു പിന്തുണ വേണം. കാരണം പേസ് ബോളിംഗിൽ അർഷ്ദീപ് സിംഗിന് മറ്റു പേസർമാരിൽ നിന്നും ഗംഭീരമായിട്ടുള്ള പിന്തുണ ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയകരമാണ്. ഈ ഒരു സീസണിൽ ഇതുവരെയുള്ള പഞ്ചാബിന്റെ ബൗളിംഗ് പ്രകടനത്തിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ പേസ് ആക്രമണത്തിന്റെ ഭാരം മുഴുവനും അദ്ദേഹത്തിന് മുകളിലാണെന്നുള്ളത് പല മത്സരങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. സീസണിൽ ഇതുവരെ 18 വിക്കറ്റുകൾ എടുത്തുകൊണ്ട് അർഷ്ദീപ് സിംഗ് ആ ഒരു റോൾ ഭംഗിയായി നിർവഹിക്കുന്നുമുണ്ട്. 8.62 എക്കണോമി റേറ്റിൽ 16.7 സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ഇത്രയും വിക്കറ്റുകൾ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നതും. ബട്ട് PBKസിന്റെ മറ്റ് പേസർമാരിൽ നിന്നും ഇതിനൊത്തൊരു പ്രകടനം വരുന്നുണ്ടോ എന്നുള്ളത് സംശയകരമാണ്. പഞ്ചാബ് കിങ്സ് നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പരിക്കേറ്റ് പുറത്തിരിക്കുന്ന സ്റ്റാർ ലെഗ് സ്പിന്നർ യുസ്വേന്ദ്ര ചാഹലിന്റെ അഭാവം തന്നെയാണ്. അത് നികത്തുക എന്നുള്ളത് PBKസിനെ സംബന്ധിച്ചിടത്തോളം പരിഹരിക്കേണ്ട 3ാമത്തെ പ്രശ്നവുമാണ്. കാത്തിരിക്കാം ഇന്ന് നടക്കാൻ പോകുന്ന മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് പഞ്ചാബ് കിങ്സ് തമ്മിലുള്ള മത്സരത്തിൽ ആര് വിജയിക്കുമെന്ന് അറിയാൻ വേണ്ടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.